ശരീരത്തെ മാത്രം സൗഖ്യമാക്കുമ്പോൾ ഒരു പക്ഷേ അതൊരു ടോട്ടൽ ഹീലിംഗ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് കെയറിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ എന്നെ എപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു, എവിടെയോ ഒരു ഇൻകംപ്ലീറ്റ്നെസ്, അതായത് ഇപ്പോൾ ഒരു 90% ആവുന്നുണ്ട്, പക്ഷേ എവിടെയോ ഒരു 10% ഒരു കുറവ്. പിന്നീടാണ് ഞാൻ പ്രാർത്ഥനയിലൊക്കെ വന്നപ്പോൾ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി, ആ ഒരു 10% ദൈവത്തിൻ്റെ ഒരു കുറവ് പോലെ തോന്നി എനിക്ക്. ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, ആത്മാവും മനസ്സും സൗഖ്യം നേടുമ്പോഴാണ് ഒരു രോഗി പൂർണ്ണമായിട്ടും അവൻ്റെ പഴയ സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സ്പിരിച്വൽ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളൊരു സത്യം എനിക്ക് തോന്നി. അതിനുശേഷമാണ് ഞാൻ ഒരു വൈദികനാവുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. തീർച്ചയായും സ്തുത്യർഹമായൊരു സേവനമാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ആഗ്രഹം കൂടി കൂടുതൽ, ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു വിളിയായിരിക്കാം, ഒരു ആത്മീയമായിട്ടുള്ള തലം കൂടി സൗഖ്യം കൊടുക്കുവാനായിട്ട്, ഈശോയുടെ ഒരു മിനിസ്ട്രി തുടരുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം